എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് കൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ടൂർ പോവാണ്. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് മൈസൂരൊക്കെയാണ് പോണത്. അപ്പോൾ വെളുപ്പിനെ 4 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 4:30 ഞങ്ങൾ ചേർത്തലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് പോണത്. പാറു നേരെ ബാക്ക് സീറ്റിലാണ് പിടിച്ചിരിക്കുന്നത്. പാറുവിന് ബാക്ക് സീറ്റാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ പാറക്കുട്ടി എവിടെ പോണേ? എവിടെ ടൂർ പോണേ? ആയോ? നമ്മള് മൈസൂർ പോണു. മൈസൂര്, മൂകാംബിക, മുരുടേശ്വരം അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി 5 ദിവസത്തെ ടൂറാണ് നമ്മൾ മൊത്തം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പോകുന്ന വഴി ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ബാക്ക് സീറ്റ് അല്ലേ സുഖം? നമുക്കാകുമ്പോൾ പുഷ് ബാക്ക് ചെയ്ത് നല്ല സുഖമായിട്ടിരിക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. ചേർത്തലയുള്ള വർണ്ണം ബസ്സാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആളെല്ലാം ഫില്ല് ചെയ്ത് ഫസ്റ്റ് പോകണം. നമ്മൾ ചോറ്റാനിക്കര ടെമ്പിളാണ്. അവിടുന്ന് നേരെ കണ്ണൂർ മുത്തപ്പ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചോറ്റാനിക്കര അമ്പലത്തിലെത്തി രാവിലെ. ഇവിടുന്ന് തൊഴുത് ദർശനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരമാവും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ നിർത്തുന്നതാണ്. ഫുഡെല്ലാം നമ്മൾ തന്നെ വെച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. വീഡിയോ മുഴുവനായി കാണുക, നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് നൽകുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ദർശനം എല്ലാം കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുണ്ട്, ചപ്പാത്തിയുണ്ട്, ചായ. എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഇവിടുന്ന് കഴിച്ചതിന് ശേഷം ഇവിടുന്ന് നേരെ കണ്ണൂരേക്ക് യാത്ര തിരിക്കുകയാണ്. ബാക്കി മുത്തപ്പ ക്ഷേത്രത്തിൽ വന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നിർത്തി. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചാണ്. അപ്പോൾ നമ്മൾ ചോറ്, മോരുകറി, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഫുഡെല്ലാം വെച്ച് കഴിച്ചിട്ട് പോകുന്നൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഈ ചേച്ചിയാണ് എല്ലാവിധ ഈ ടൂർ കോർഡിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളെല്ലാം ടൂറിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഈ ചേച്ചിയാണ്. കറിയും ചോറൊക്കെ വേണ്ടവര് തന്നെ. പച്ചടി നോക്ക്, പച്ചടി
നമ്മളങ്ങനെ മുത്തപ്പ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോ നമുക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ. ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 7 മണിയായി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് കണ്ണൂർ മുത്തപ്പ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇന്ന് 1-ാം തീയതി നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അമ്പലത്തിലോട്ട് പോകാം. അമ്പലത്തിലോട്ട് ക്യാമറ അലൗഡ് അല്ലെന്നാണ് തോന്നുന്നത്. എങ്കിലും അലൗഡ് ആണോ എന്നില്ലയോ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ആന്തൂർ പറശ്ശിനിക്കടവിൻ വളപട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയുള്ള ഈ പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടി ആടുന്നു. ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് മുത്തപ്പൻ്റെ തൈക്കോലത്തോട് നേരിട്ട് പറഞ്ഞാൽ ഭക്തർക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ധാരാളമായി എത്തുന്നത്. ഇവിടുത്തെ പ്രധാന പ്രസാദമാണ് വൻപയറും തേങ്ങാക്കൊത്തും ചായയുമാണ്. അപ്പോൾ നമ്മളവിടെ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ പോയി ഇരുന്നാൽ മതി. അവരവിടെ കൊണ്ടുതരും നമുക്ക് ചായയും കാര്യങ്ങളെല്ലാം. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വരുന്ന എല്ലാവർക്കും ഈ വൻപയറും തേങ്ങാക്കൊത്തും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നത് ഭയങ്കര രുചിയാണ്. നല്ല തിരക്കുമായിരുന്നു. ക്ഷേത്രത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല. അത് പുറത്തുനിന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കാനായിട്ട്.
നമ്മളുടെ ദർശനമെല്ലാം കഴിഞ്ഞു. വൈകുന്നേരം അന്നദാനം ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. അപ്പം നമ്മളവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് അവിടെ ഒരുപാട് ടോയ്സും ലേഡീസിൻ്റെ ഐറ്റംസ് ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ അയയ്ക്കുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. എന്ത് സാധനം മേടിക്കണം? ഇവിടെ എന്ത് സാധനം മേടിക്കണം? കമ്പലം വല്ലതും മതിയാ? കമ്പലാണോ? എന്തോ ടോയ് ഒന്നും മേടിക്കണം. ടോയ് ഐറ്റംസ് മേടിച്ചാൽ